ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും വ്യാപകമായ നാശനഷ്ടം നേരിട്ട ഇരിക്കൂർ മണ്ഡലത്തിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മലയോര മേഖല ആയതിനാൽ ഓരോ മഴക്കാലത്തും മലയോര ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിവരണാതീതമാണ്. മലയുടെ താഴ്വാരങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണിയാണെങ്കിൽ പുഴയോരങ്ങളിൽ വെള്ളം കരകവിഞ്ഞൊഴുകി വീടുകളും കടകളും വെള്ളത്തിനടിയിലാകുന്നു. ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ ശ്രീകണ്ഠപുരം ടൗണിലെ കടകളിൽ വെള്ളം കയറി വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ചെങ്ങളായി പഞ്ചായത്തിലെ കൂവപ്പുറത്തെ വീടുകളിൽ വെള്ളം കയറുന്നു. ഇരിക്കൂറിലും പുഴ കരകവിഞ്ഞൊഴുകി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്നു. മണ്ഡലത്തിലെ പുഴയോരങ്ങൾ ഉയരത്തിൽ മതിൽ കെട്ടി സംരക്ഷിക്കുകയും പൂഴി വാരുകയും ചെയ്താൽ പുഴയിൽ നിന്നും വെള്ളം കയറുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയും. ഉളിക്കൽ, ആലക്കോട്, ഉദയഗിരി, പയ്യാവൂർ, നടുവിൽ പഞ്ചായത്തുകളിൽ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലുമാണ് ദുരിതമുണ്ടാക്കുന്നത്. നിരവധി കൃഷിയിടങ്ങളും റോഡുകളും പാലങ്ങളുമാണ് തകരുന്നത്. കാർഷിക വിളകൾ നഷ്ടപ്പെട്ട കൃഷിക്കാർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം മാത്രമല്ല, അവരുടെ ജീവിതവും വഴിമുട്ടുകയാണ്. റവന്യൂ വകുപ്പിന്റെ ഉന്നതതല സംഘം ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കണം. താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ ആദ്യം നൽകേണ്ടത് നഷ്ടപരിഹാരമാണ്. വ്യാപാരികൾക്കും കർഷകർക്കും അവരുടെ നഷ്ടം കണക്കാക്കി ആനുപാതികമായ തുക പരിഹാരമായി നൽകണം. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി പ്രകൃതി ദുരന്തങ്ങൾ ശാശ്വതമായി തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ശ്രീകണ്ഠപുരത്ത് ആരംഭിക്കാൻ തീരുമാനിച്ച ഫയർ സ്റ്റേഷൻ ഉടൻ ആരംഭിക്കണം. ദുരന്ത നിവാരണ സമിതിയുടെ ഒരു സംഘം മഴക്കാലത്ത് മലയോര മേഖലയിൽ ക്യാമ്പ് ചെയ്യണം. ഇരിക്കൂർ മണ്ഡലത്തിലെ മലയോര മേഖല കേന്ദ്രീകരിച്ച് നിരീക്ഷണം നടത്തുന്നതിന് സ്ഥിരം സംവിധാനം വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇരിക്കൂർ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പഠിച്ച് വികസന രൂപരേഖ തയ്യാറാക്കാൻ മുസ്ലിം ലീഗ് ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺക്ലേവ് സംഘടിപ്പിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, മറ്റു മന്ത്രിമാരെ കണ്ട് രൂപരേഖ സമർപ്പിക്കുമെന്നും നടപ്പിലാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും വ്യാപകമായ നാശനഷ്ടം നേരിട്ട ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന് പ്രത്യേകമായ പാക്കേജ് അനുവദിക്കണമെന്ന് കേരള ഗവൺമെന്റിനോട് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഓരോ മഴക്കാലത്തും വലിയ പ്രയാസമാണ് വെള്ളപ്പൊക്കം മൂലം മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. വ്യാപാരികളും കർഷകരും ഒക്കെ വലിയ പ്രയാസത്തിലാണ്. എല്ലാ വർഷവും ഇത് ആവർത്തിക്കുകയാണ്. ശ്രീകണ്ഠപുരം ടൗണിലെ വ്യാപാരികൾ നിരന്തരമായി ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് അവരുടെ ജീവിത വകകളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അവരെയൊക്കെ ഇതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശാശ്വതമായ പരിഹാര മാർഗം ഉണ്ടാക്കണം എന്നാണ് ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കറിയാം, ഈ ഒരു പ്രതിഭാസം തുടങ്ങിയിട്ട് കുറേ കാലമായി. എല്ലാ വർഷവും വെള്ളം പൊങ്ങുന്നു, വലിയ നാശനഷ്ടം നേരിടുന്നു, ആ സമയത്ത് ചെറിയ സഹായങ്ങൾ നൽകുന്നു. അതിന് പകരം അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ എല്ലാ വർഷവും ഇതുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം നമുക്കെല്ലാവർക്കും അറിയാം. അത് പരിഹരിക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകണം എന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മുടെ പുഴകളിൽ നിന്നും മണൽ വാരൽ നിന്നിട്ട് കുറേ കാലമായി. 18-ലെ പ്രളയത്തിൽ അടക്കം പുഴയിൽ വന്നടിഞ്ഞിട്ടുള്ള മണ്ണുകൾ നീക്കം ചെയ്യാത്തത് മൂലം വളരെ വേഗം പുഴകൾ കരകവിഞ്ഞൊഴുകി നമ്മുടെ നാടിനെ വിഴുങ്ങുന്ന ഒരവസ്ഥയിലാണിപ്പോൾ നിൽക്കുന്നത്. അടിയന്തരമായും നമ്മുടെ നാട്ടിലെ പുഴകളിൽ നിന്നും മണൽ വാരി, മണ്ണുകൾ വാരി, ആഴം കൂട്ടി വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഉണ്ടാക്കേണ്ടതുണ്ട്. വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മലയോര മേഖലയിൽ സ്ഥിരമായ സംവിധാനം ഉണ്ടാകണം. ഈ വെള്ളപ്പൊക്കം അതുപോലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അറിയിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥിരം സംവിധാനം ഉണ്ടാകണം. അതോടൊപ്പം ഈ വെള്ളപ്പൊക്ക കാലത്ത് വലിയ നഷ്ടമാണ് മലയോര മേഖലയിലെ മലയോര പഞ്ചായത്തുകൾ, ഇരിക്കൂർ മണ്ഡലത്തിലെ മലയോര പഞ്ചായത്തുകൾ ഉണ്ടായിട്ടുള്ളത്. അവിടെയൊക്കെ കാർഷിക വിളകൾ വല്ലാതെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അർഹമായ നഷ്ടപരിഹാരം കൃത്യസമയത്ത് നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകണം. അതിനുവേണ്ടി മുന്നിട്ടിറങ്ങാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഒരു കോൺക്ലേവ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ജനങ്ങളിൽ നിന്നും, കർഷകരിൽ നിന്നും, വ്യാപാരികളിൽ നിന്നും എല്ലാം നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിന്റെ സമഗ്രമായ ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, ഒരു പദ്ധതി തയ്യാറാക്കി, ഒരു രൂപരേഖ തയ്യാറാക്കി കേരളത്തിലെ ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ഒക്കെ സമർപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇതിന് ശാശ്വതമായ പരിഹാരം, ഈ വെള്ളപ്പൊക്കത്തിനും ഈ പ്രളയമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള, ജനങ്ങളെ അതിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശക്തമായ നടപടികൾ ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് നേതൃത്വം നൽകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.